വ്യൂവേഴ്സ്, രേഖ സ്റ്റിച്ചിങ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സ്റ്റിച്ചിങ് വീഡിയോയും കട്ടിങ് വീഡിയോയും ഒന്നും അല്ല കാണിക്കുന്നത്. ഇത് എൻ്റെ പവർ മെഷീനാണ്. 2 വർഷമായി ഞാൻ ഈ മെഷീൻ വാങ്ങിച്ചിട്ട്. പെട്ടെന്ന് ഒരു ദിവസം നൂല് വൈൻഡ് ചെയ്യാൻ പറ്റാത്തൊരു പ്രോബ്ലം ഉണ്ടായി. ഒരു കംപ്ലൈൻറ്റും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് വാങ്ങിച്ച മെഷീനായിരുന്നു. പെട്ടെന്ന് അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വന്നപ്പോൾ നൂല് ചുറ്റാൻ നമുക്ക് വേറെ ഇതിനകത്ത് നമുക്ക് നൂല് ചുറ്റാൻ പറ്റില്ലെങ്കിൽ പിന്നെ വേറെ യാതൊരു സംവിധാനവും ഇതിനകത്ത് നമുക്ക് നൂല് ചുറ്റാനായിട്ടില്ല. പിന്നെ എനിക്ക് പഴയ മെഷീൻ, സാധാ മെഷീൻ ഉണ്ടായിരുന്നത് കൊണ്ട്, സിംഗിൾ മെഷീൻ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ പവർ മെഷീനുള്ള എല്ലാവർക്കും ഇതുപോലെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം വന്നപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടു. ഇത് ഇനി മെക്കാനിക്കിനെ വിളിക്കേണ്ടി വരുമെന്നൊക്കെ വിചാരിച്ച് ഫോണൊക്കെ യൂട്യൂബൊക്കെ തപ്പിയപ്പോഴത്തേക്ക് ഒരു വീഡിയോ കണ്ടത് ഇതിൻ്റെ കംപ്ലൈൻറ്റ് നമുക്ക് തന്നെ തീർക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ തന്നെ അത് അഴിച്ചൊന്ന് നോക്കിയപ്പോഴത്തേക്ക് നമുക്ക് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് സ്വന്തമായിട്ട് നമുക്ക് റിപ്പയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് കാണിക്കുന്നത്. ആർക്കെങ്കിലും ഉപയോഗപ്പെടുകയാണെങ്കിൽ ഇങ്ങനെ ഒരു സന്ദർഭം വരുമ്പോൾ വീഡിയോ കണ്ടിട്ട് ചെയ്യാം. ഞാൻ അങ്ങനെയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ ചെയ്തപ്പോഴും ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് കാണിക്കാം. ഇതിപ്പോൾ ഞാൻ ക്ലിയർ ആയത് ആദ്യം കംപ്ലൈൻ്റ് ആയിട്ട് കുറച്ച് ദിവസം ഇരുന്നതാണ്. പിന്നെ ഇതിനകത്ത് ഇല്ലാതായിപ്പോയ സാധനം വാങ്ങിക്കാനായിട്ട് നമ്മളെ സ്ഥലത്ത് കിട്ടാൻ പാടായിരുന്നു. പിന്നെ അത് കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്കത് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് അതിനുശേഷം ഞാൻ പെട്ടെന്ന് തന്നെ ഇത് കംപ്ലൈൻറ്റ് തീർത്തിട്ടുണ്ട്. ഇപ്പോൾ കംപ്ലൈൻ്റ് ഒന്നും ഇല്ല. ഏത് ഭാഗത്താണ് കംപ്ലൈൻറ്റ് വരുന്നതെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമുക്കിതിനെ ഇങ്ങനെ ഇളക്കിയെടുക്കണം. ഈ ഭാഗം നമുക്ക് ഇളക്കിയെടുക്കാനായിട്ട് പറ്റും. ഈ സ്ക്രൂ ഉണ്ടല്ലോ, ഈ 3 സ്ക്രൂ നമുക്ക് ആദ്യം ഇതിനിങ്ങനെ ഇളക്കിയെടുക്കുക. ഇപ്പോൾ സ്ക്രൂ എല്ലാം ഇളക്കി 3 സ്ക്രൂവും ഇളക്കി എടുത്തിട്ടുണ്ട്. നമുക്കിങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇതുപോലെ ഇവിടെ ഒരു റെഡ് കളറിലുള്ള ഈ സാധനം കണ്ടല്ലോ അല്ലേ. ഈ സാധനം എനിക്കിവിടെ ഈ മഞ്ഞ കളറിൽ ഇതാണ് എനിക്ക് ഉണ്ടായിരുന്നത്. ഈ സാധനം ഇങ്ങനെ ഒടിഞ്ഞ് അതിനകത്ത് വിഴുന്ന് കിടക്കുകയാണ് ചെയ്തത് നോക്കിയപ്പോഴത്തേക്കും. പിന്നെ അത് വളരെ പാടോട്ട് ഞാൻ അതിനകത്തുനിന്ന് എടുത്തത്. അതുകൊണ്ടാണ് തിരിച്ച് വീണ്ടും അതിനകത്ത് ഇടാൻ എനിക്ക് തോന്നാത്തത്. അപ്പോൾ ഇതുപോലെ ഒരു സാധനം ഇതുപോലെ രണ്ടായിട്ട് ഇങ്ങനെ ഒടിഞ്ഞ് അതിനകത്ത് വിഴുന്ന് പോയി. അപ്പോഴാണ് നമുക്ക് വൈൻഡ് ചെയ്യാൻ പറ്റാതായത്. അപ്പോൾ നമ്മൾ ഇതുപോലൊരു സാധനം നമുക്ക് ഇതിൻ്റെ മെഷീൻ്റെ പാർട്സൊക്കെ വാങ്ങിക്കുന്ന കടയിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. 80 രൂപയാണ് എനിക്കിതിന് ചിലവായത്. ഇത് വാങ്ങിച്ചിട്ട് നമ്മൾ തിരിച്ച് അതുപോലെ സൈസ് നോക്കി വാങ്ങിക്കണം. ഞാൻ ആദ്യം വാങ്ങിച്ച സാധനം കറക്റ്റ് അല്ലായിരുന്നു, അത് കുറച്ച് ലൂസായിരുന്നു. പിന്നെ രണ്ടാമത് കൊടുത്ത് മാറ്റി വാങ്ങിച്ചപ്പോഴത്തേക്കാണ് അത് കറക്റ്റിന് കിട്ടിയത്. അപ്പോൾ ഇത് നല്ല ഫിറ്റായിട്ട് തന്നെ കിടപ്പുണ്ട് ഈ സാധനം. അപ്പോൾ ഈ സാധനം വാങ്ങിച്ച് ഈ ഒരു പാർട്ട് വാങ്ങിച്ച് ഇതിനകത്തോട്ട് ഇട്ടിട്ട് തിരിച്ച് നമുക്ക് സ്ക്രൂ ഇട്ട് കൊടുത്താൽ മാത്രം മതി. വേറെ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇതുവരെ ആരും ഇങ്ങനെ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ സെർച്ച് ചെയ്തിട്ട് കണ്ടില്ല. അതുകൊണ്ടാണ് ഞാനിത് ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് ഇത് മാറ്റി കൊടുത്താൽ മതി. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇട്ട് കാണിക്കുക. തിരിച്ച് അതുപോലെ തന്നെ ഇതിങ്ങനെ വെച്ചിട്ട് തിരിച്ച് അതുപോലെ എങ്ങനെയാണോ ഇരുന്നത് അതുപോലെ വെച്ചിട്ട് സ്ക്രൂ ചെയ്ത് കൊടുത്താൽ മതി. 3 സ്ക്രൂവും ടൈറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് തന്നെ അത് വർക്ക് ചെയ്യും. അതുപോലെ സ്ക്രൂ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്, കാണാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ചെയ്താൽ മതി. അപ്പോൾ വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ ആരും മടി കാണിക്കരുത്. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.